ഈ വർഷം തുടങ്ങിയിട്ട് 6 മാസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊരു ചുറ്റിയ കണക്ക് കേട്ടാൽ ചിലപ്പോൾ ജനം മൂക്കത്ത് വിരൽ വെച്ചു പോകും. 74 കോടി രൂപ. ഓർക്കണം, ഇത് വെറും ഫെബ്രുവരി മുതൽ ജൂലൈ വരെയുള്ള കണക്കുകളാണ്. ഈ 12 കൊല്ലം നരേന്ദ്രമോദി വിദേശ പര്യടനം നടത്തിയ കാശുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ രാജ്യം തന്നെ രക്ഷപ്പെട്ടേനെ. രാജ്യസഭയ്ക്ക് മുന്നിൽ വിദേശകാര്യ മന്ത്രാലയം കണക്ക് ബോധ്യപ്പെടുത്തുമ്പോൾ നരേന്ദ്രമോദിക്ക് മുന്നിൽ മറ്റൊരു കണക്കാണ് വെക്കുന്നത്. ഈ 6 മാസത്തിൽ 13 രാജ്യം കണ്ട നിങ്ങൾ എപ്പോഴെങ്കിലും സ്വന്തം രാജ്യത്തെ ഒന്ന് ചുറ്റിക്കണ്ടിട്ടുണ്ടോ? അവിടുത്തെ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞിട്ടുണ്ടോ? മോദിജി, നിങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത് ന്യൂസിലാൻഡിലെയോ ഓസ്ട്രേലിയയിലെയോ വിശേഷങ്ങളല്ല, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഓരോ സംസ്ഥാനത്തെയും ദുരിതബാധിതരുടെ എണ്ണവും മരണനിരക്കും ഭീതിപ്പെടുത്തുന്ന കൃത്യമായ കണക്കുകളോടെ പുറത്തു വരുമ്പോൾ രാജ്യം വലിയൊരു പ്രകൃതി ദുരന്തത്തെയാണ് നേരിടുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അസമിൽ മൺസൂൺ പ്രളയം കടുത്ത നാശമാണ് വിധിച്ചിരിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 95ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 25 ജില്ലകളിലായി 11 ലക്ഷത്തിലധികം ആളുകൾ ദുരിതത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. ബ്രഹ്മപുത്ര ഉൾപ്പെടെയുള്ള പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കൂടാതെ അസമിൽ 56,606 ഹെക്ടറിലധികം കൃഷിഭൂമി പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലും സ്ഥിതി ഒട്ടും പ്രത്യാശ നൽകുന്നതല്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ക്ലൗഡ് ബേസ്റ്റ് അഥവാ മേഘ വിസ്ഫോടനത്തിന് സമാനമായ അതിശക്തമായ മഴയിലും ഉരുൾപൊട്ടലിലും സംസ്ഥാനത്ത് 15ലധികം പേർ മരിക്കുകയും 10,000-ഓളം ആളുകളെ 270ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് പ്രളയവും മണ്ണിടിച്ചിലും ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. പർവ്വത മേഖലകളായ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും കനത്ത മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിലും കല്ലിടിച്ചിലും അതിരൂക്ഷമായി തുടരുന്നു. ഹിമാചൽ പ്രദേശിൽ മാത്രം ഈ മൺസൂൺ കാലത്ത് ഇതുവരെ 142 പേർ മരണപ്പെട്ടു. പൊതുമരാമത്ത്, ജലശക്തി വകുപ്പുകൾക്കുൾപ്പെടെ 797 കോടിയിലധികം രൂപയുടെ വൻ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ 100ലധികം റോഡുകളും നിരവധി ജലവിതരണ പദ്ധതികളും പൂർണ്ണമായി തകർന്നു. പടിഞ്ഞാറൻ സംസ്ഥാനമായ ഗുജറാത്തിലും വൽസാദ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 1100 മില്ലിമീറ്ററിലധികം റെക്കോർഡ് മഴയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് രേഖപ്പെടുത്തിയത്. അവിടെ ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. ഗതാഗത വൈദ്യുതി സംവിധാനങ്ങൾ പൂർണ്ണമായി തകർന്നു. ഇതിനു പുറമെ ജമ്മു കാശ്മീരിൽ 31 പേരും ജാർഖണ്ഡിൽ മിന്നലേറ്റ് 14 പേരും മരണപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറഞ്ഞു. രാജ്യം ഇത്രയും വലിയ നാശത്തിലായിട്ടും ഒന്ന് എത്തി നോക്കാൻ പോലും മനസ്സ് ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദിക്ക്. കർഷകരും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നാടുനീളെ ചുറ്റി നടക്കുന്ന പ്രധാനമന്ത്രി അതാണ് ഈ രാജ്യം കാണുന്നത്. എന്തായാലും കൊള്ളാം, പക്ഷേ ഇതൊക്കെ അധികകാലം ജനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുമെന്ന് തോന്നുന്നില്ല.